ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡെലിഷ്യസ് ഡിഷസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ടയും ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ട് വളരെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. ഈ സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ടൈഗർ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ 10 രൂപയുടെ ചെറിയ പാക്കറ്റാണ്. ഇതിൻ്റെ പകുതി ഭാഗമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നേരത്തെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടപ്പോൾ കുറച്ച് ബിസ്ക്കറ്റിൻ്റെ പൊടികൾ അതിലായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് മുട്ടയുണ്ട്. കുഴപ്പമില്ല, നമ്മളൊക്കെ കൂട്ടി മിക്സ് ചെയ്യാൻ പോവല്ലേ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് 2 മുട്ടയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പാലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ പാക്കറ്റ് പാലാണ് യൂസ് ചെയ്യുന്നത്, തിളപ്പിക്കാത്ത പാൽ. അതെ, നമ്മളിനി ഇത് വേവിച്ചെടുക്കുന്നത്. ഇതൊന്ന് അടിച്ചെടുത്തിട്ട് ബാക്കി പാല് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് പൊട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് അടിച്ചിട്ട് വരാം. അപ്പം നമ്മളിതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി പാലും ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഒന്നുകൂടി അടിച്ചിട്ട് വരാം. അപ്പം നമ്മൾ ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രം അവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. 2 പാത്രത്തിൽ ചെയ്യുന്നുണ്ട്. പരന്നതിലും സ്റ്റീലിൻ്റെ നമ്മൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവുന്നല്ലോ. അപ്പോൾ അതിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ അടിച്ച് നമ്മുടെ ഗ്ലാസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പകുതിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അധികം ഹൈറ്റ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഹൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. അതുപോലെ നമുക്ക് ഹൈറ്റ് വേണ്ട ആവശ്യമില്ല, അതാണ്. പരന്ന പാത്രത്തിലും അതുപോലെ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ബിസ്ക്കറ്റ് ഇവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ കൈ വെച്ചിട്ടൊന്ന് പൊട്ടിച്ചെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞങ്ങളിവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇടയ്ക്കൊന്നൊരു ബിസ്ക്കറ്റ് കടിക്കുന്നത് ഒരു ടേസ്റ്റി അല്ലേ. അപ്പം അതുപോലെ ഇപ്പുറത്തുള്ളതിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതോടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ആവിയിൽ വേവിക്കാൻ വെക്കാം. നമ്മൾ ഒരു സമയത്ത് ഇപ്പോൾ ഇത് നമ്മൾ ആവിയിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നു, അതിലിറക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു ഒരു 10-15 മിനിറ്റ്, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം. നമുക്ക് ആയിണ്ടോ നോക്കി നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 3-4 മിനിറ്റും കൂടി എക്സ്ട്രാ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഇതിൽ ചെയ്തതും അതുപോലെ ചെറിയ പാത്രത്തിൽ ചെയ്തതും നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. ഒരു സ്റ്റീമറിൽ വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാം. 15 മിനിറ്റ് ആയപ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു സ്ക്വയർ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല തൊടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സൈഡൊക്കെ ഒന്ന് വീടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇതിങ്ങനെ വിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അതിന് ശേഷം ഇതാ അതുപോലെ ഒന്ന് കമഴ്ത്തിയിട്ട് ഒന്ന് തിരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബിസ്ക്കറ്റും പാലും മുട്ടയൊക്കെ യൂസ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈസി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
നല്ല ടേസ്റ്റിയാണ്, നല്ല സൂപ്പർ ഫ്ലേവറാണ് കേട്ടത്. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെച്ചെങ്കിൽ ഒരല്പം വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതില്ലാന്നുണ്ടെച്ചാലും കുഴപ്പമില്ല, നല്ല ഫ്ലേവറാണ് തന്നെയാണ് കേട്ടത്. വായിലിട്ടാൽ അലിഞ്ഞു പോവാന്നൊക്കെ പറയില്ല, അതേമാതിരിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇത് ഞാൻ ടീസ്പൂൺ വെച്ചിട്ട് കോരിയെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നല്ല സോഫ്റ്റാണ്, സൂപ്പർ സോഫ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. 2-3 ഇൻഗ്രീഡിയൻസ് മാത്രമല്ലേ നമുക്കിതിന് ആവശ്യമുള്ളൂ. അതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നത് തന്നെയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ കൂടിയിട്ട് മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടിയിട്ട് ഒന്ന് മടി കാണിക്കരുത് കേട്ടോ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മടി കാണിക്കരുത് കേട്ടോ. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾ അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടിയിട്ട് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുകയുള്ളൂ. പിന്നെ ഇതുപോലത്തെ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.